അല്ല, ലൂർദ് മാത പള്ളി പോയിട്ട് ആ കിരീടം ഒന്നും കൂടി ഉരച്ചു നോക്കാൻ പാടില്ലായിരുന്നോ? ചെളിയിലും തോട്ടിലുമല്ലാതെ തൃശ്ശൂരിലും താമര വിരിയൂന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. തൃശ്ശൂർ എനിക്ക് വേണം, തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക, തൃശ്ശൂർ എടുക്കുമെന്ന് പറഞ്ഞ അന്നുമ്മ എടുത്തിരിക്കും. എത്ര വർഷങ്ങളായിട്ട് സുരേഷ് ഗോപി ജയിക്കില്ല എന്നും പറഞ്ഞ് സുരേഷ് ഗോപിനെ കളിയാക്കുന്നതാ. എന്നിട്ട് ആ പറഞ്ഞവരുടെ കണ്ണാക്കിൽ തന്നെ വിരിഞ്ഞ് താമര. ഇപ്പം എങ്ങനെയുണ്ട്? കർത്താവിൻ്റെ കുരിശാരോഹണത്തേക്കാൾ മഹത്തരമാണ് കപട സന്യാസികളുടെയും മെത്രാനച്ചന്മാരുടെയും ഡെമ്മി കോട്സിൻ്റെയും എല്ലാം കൊട്ടാര വൃത്താന്തങ്ങളെന്ന് ആരെങ്കിലും പറഞ്ഞു പഠിപ്പിച്ചാൽ, ചരമകോളങ്ങളടക്കം ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും പേരിൽ ജാതി അടിസ്ഥാനത്തിൽ വീതം വയ്ക്കാനുള്ളതാണ് പത്രപ്പേജെന്ന് ആരെങ്കിലും പറഞ്ഞ് വിശ്വസിപ്പിച്ചാൽ, അതേത് കൊട്ടിഘോഷിച്ച പാരമ്പര്യത്തിൻ്റെ പേരിലായാലും ശരി ചെവിക്കൊള്ളാതിരിക്കാനുള്ള ബുദ്ധിവികാസമുണ്ടായിരിക്കണം പത്രലേഖകന്മാർക്ക്. സോ don't develop that set your brains, and don't develop that set your standard, and don't develop that deceive your discretion. So then വൈറ്റ് ഹൗസിലെ അടിച്ചുതളിക്കാരിയുടെ അടിക്കുപ്പായത്തിൽ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ കാമ ഉഭ്രാന്തികളുടെ കറ പുരണ്ടുപോയോ എന്ന് ഹരിച്ചും ഗുണിച്ചും മണപ്പിച്ചു നോക്കാനും മറപ്പില്ലാത്ത ഗ്ലോബൽ മീഡിയ പാപ്പരാസി സംസ്കാരമാവരുത്. ഇത് കണ്ടോ, മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മന്ത്രി കുംഭവന്മാരുടെ സഞ്ചാര പദങ്ങളിലും ജില്ലാ കളക്ടർ ഏമാമാരടക്കമുള്ള തുക്കിടി സായിപ്പുമാരുടെ ബംഗ്ലാവിന് മുന്നിലും ചെന്നു നിന്നുകൊണ്ട് കുടിനീരിന് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ പോലീസിൻ്റെ തെറിയും നെറുകേടും ലാത്തിയടിയും സഹിക്കേണ്ടി വരുന്ന നിരാലംബരായ ഒരുപറ്റം അമ്മമാരുടെ കഷ്ടപ്പാടുകളിലേക്ക് തുറന്നു പിടിച്ച കണ്ണുകളാവണം വാർത്ത. ദാഹജലം കിട്ടാതെ തൊണ്ടപൊട്ടി നിലവിളിക്കുന്ന പൈതങ്ങളുടെ കണ്ണുനീരാവണം വാർത്ത. സോ മിസ്റ്റർ കുരുവിത്തടം, അബദ്ധവശാൽ അബദ്ധക്കുട്ടിച്ചായൻ്റെ നേർപ്പങ്ങളുടെ കഴുത്തിൽ ഒരു മിന്നു കെട്ടിപ്പോയെന്നുള്ളതും തീരുമേനിമാരെ വേണ്ട വിധത്തിൽ സുഖിപ്പിക്കാൻ അറിയാവുന്നൊന്നും ആവരുത് ഇതേപോലെ ഒരു കസേരയിൽ മലർന്നിരിക്കുന്നവൻ്റെ ക്വാളിഫിക്കേഷൻ. സുരേഷ് ഗോപി ഇനി കലക്കും. സുരേഷ് ഗോപിക്കൊപ്പം മോദിയും അമിത്ഷായും ഈ ഭാരതം മൊത്തമുണ്ട്. സുരേഷ് ഗോപി തൃശ്ശൂരിൻ്റെ ഭാഗ്യമാണ്. കേന്ദ്രമന്ത്രി വരെ ആവാനിരിക്കുന്നയാളാണ് സുരേഷ് ഗോപി. അതുകൊണ്ടാണ് പറഞ്ഞത് തൃശ്ശൂരുകാരുടെ ഭാഗ്യമാണ് സുരേഷ് ഗോപി എന്ന്. സ്ത്രീകളും കുട്ടികളും അടക്കം ഒരുപാട് പേര് സുരേഷ് ഗോപി ജയിക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഇതിനെതിരെ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഇപ്പം താടിക്ക് കൈയും കൊടുത്തിരിപ്പായി. എന്ത് പറ്റി? അല്ല, ലൂർദ് മാത പള്ളി പോയിട്ട് ആ കിരീടം ഒന്നും കൂടി ഉരച്ചു നോക്കാൻ പാടില്ലായിരുന്നോ? രാഷ്ട്രീയമാണ്, തോൽവിയും ജയവും ഒക്കെ ഉണ്ടാവും. അതും പറഞ്ഞ് ആരെയും കളിയാക്കാൻ നിൽക്കാൻ പാടില്ല. മുരളീധരൻ നീനാൾ വാഴട്ടെ. എൻ്റെ പേര് ഷൈൻ, ഞാൻ താമസിക്കുന്നത് കണക്കങ്കടവിലാണ്. ഇലക്ഷൻ പ്രഖ്യാപിച്ച അന്ന് മുതൽ ഞാൻ പറയുന്നുണ്ട് സുരേഷ് ഗോപിയെ ജയിക്കുള്ളൂ, സുരേഷ് ഗോപിയെ ജയിക്കുള്ളൂ എന്ന്. പിന്നെ എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിക്കുന്നത് എന്ന് പറഞ്ഞാൽ, കേന്ദ്രമന്ത്രി സ്ഥാനത്തോട്ടൊക്കെ മന്ത്രിയായി വരാൻ പറ്റിയ ആൾ സുരേഷ് ഗോപി തന്നെയാണ്. ഇപ്പോൾ ഒരു എം പി ഉള്ളൂ, സുരേഷ് ഗോപി. സുരേഷ് ഗോപിയെ മുൻനിർത്തി തന്നെ അടുത്ത തവണ ഇവർ 20 എം പിമാരെയും പിടിക്കും. അതിനു വേണ്ടിയാണ് മോദി കേരളത്തിൽ വന്നതും സുരേഷ് ഗോപിയുടെ മകളുടെ ചടങ്ങിൽ പങ്കെടുത്തതും സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതും.